പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് സമ്പൂർണ്ണ വർത്തമാനകാലം. സബ്ജക്റ്റിൻ്റെ എണ്ണം അനുസരിച്ചിട്ടാണ് നമ്മൾ ഹാസും ഹാവും ഉപയോഗിക്കുക. ഹാസ് ആണെങ്കിൽ വരിക ഒരു സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ ഹാസ് എന്നും ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ ഹാവും എന്നാണ് വരിക. സീത ഹാസ് ലവ്ഡ് രാമ. സീത ഹാസ് ലവ്ഡ് രാമ. എന്താ അത് സീത സബ്ജക്റ്റ് ഒരാളാണുള്ളൂ, അതുകൊണ്ടാണ് ഹാസ് വന്നത്. അടുത്ത നോക്കൂ, രാമ ആൻഡ് രാവണ ഹാവ് ലവ്ഡ് സീത. രാമനും രാവണനും സീതയെ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പം രണ്ടാളുണ്ടല്ലോ, അതുകൊണ്ടാണ് അവിടെ ഹാവ് വന്നത്. അടുത്ത നോക്കൂ, മൈ ഫ്രണ്ട് ഹാസ് ചീറ്റഡ് എ ഗേൾ. ഫ്രണ്ട് എന്താണ്? സിംഗുലർ ആണ്, അതുകൊണ്ട് അവിടെ ഹാസ് ആ വരിക. മൈ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഒരു കൂട്ടം സുഹൃത്തുക്കളുണ്ട്. എൻ്റെ സുഹൃത്തുക്കൾ ഒരു പെൺകുട്ടിയെ ചതിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഹാവ് വന്നത്. ഇനി ഐ ഒരു പ്രത്യേക സ്പെഷ്യൽ കേസാണ്, അതുകൊണ്ടാണ് ഐ